നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ ന്യൂ കാറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സുഹൃത്തുക്കളെ, നമുക്കറിയാം, നാം ഇപ്പോൾ ഒരു നല്ല മാസത്തിലൂടെ കടന്നു പോവുകയാണ്. അതായത് റമളാനാണിത്. നമ്മൾ നോൽമ്പ് നോൽക്കുന്നു. ഈ നോൽമ്പ് നോൽക്കുന്നത് നമ്മുടെ തടി കുറക്കാനാണ് എന്നാണ് അന്യമതക്കാർ വിശ്വസിച്ചിരിക്കുന്നത്. സത്യത്തിൽ ശാസ്ത്രീയമായി ചിന്തിക്കുമ്പോൾ അങ്ങനെ ഉണ്ടെങ്കിലും കൂടിയിട്ട് നോമ്പിന് ഫലം കിട്ടണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് പരദൂഷണം, ഏഷണി, മോഷണം, പരദൂഷണം, വഞ്ചന, ഗീബത്ത്, ഒനീമത്ത് എന്നുള്ളതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കണം. നിങ്ങൾക്ക് അത്രയും സമയം സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലുകയായിരിക്കും ഏറ്റവും നല്ലത്. നമ്മളൊരു ഒറ്റ വാചകത്തിലേക്ക് നമ്മളെ തലച്ചോറിനെ കൊണ്ടുവരുമ്പോൾ അതൊരു ഏകത്വ സ്വഭാവം കൈക്കൊള്ളുന്നുണ്ട്. ഇപ്പം മേൽപ്പറഞ്ഞ എല്ലാ വിഷയങ്ങളിലും 6 അടി 11 മാസം മുന്നോട്ട് വന്ന നമ്മൾ ആകെ പിന്നെ ഒരു മാസം നമ്മൾ, അതായത് പെരുന്നാൾ വരെ നമ്മൾക്ക് നോൽമ്പ് നിർബന്ധമാക്കിയിരിക്കുക. പക്ഷെ സൗദി അറേബ്യയിൽ നിന്ന് വരുന്ന ഒരു റിപ്പോർട്ട് പ്രകാരം അവിടുത്തെ രാജകുമാരൻ ഇടപെട്ടിട്ട് ഈ നിർബന്ധപൂർവമുള്ള നോൽമ്പിൽ നിന്ന് ഇവിടെ മേലിൽ നിന്ന് അത്തരം ഒരു കർശന നിയമം എടുത്തു മാറ്റും എന്നൊരു അഭ്യൂഹം അല്ലെങ്കിൽ ഒരു വാർത്ത ഞാൻ കേട്ടു. സത്യത്തിൽ രാജകുമാരന് വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ നോൽമ്പ് നോൽക്കുന്നത്. നോൽമ്പ് നോൽക്കുന്നത് ഇന്നും ഇന്നലെയുള്ളതല്ല. പ്രവാചകനാണ് നമുക്ക് നോൽമ്പിനെ സമ്മാനിച്ചിരിക്കുന്നത്. അത് നമ്മുടെ ഈ ശാരീരികമായും മാനസികമായിട്ടുള്ള എല്ലാവിധ തെറ്റുകളിൽ നിന്നും നമ്മളെ കരകയറ്റാനാണ്. നമ്മൾ തെറ്റ് എന്ന് പറയുമ്പോൾ തെറ്റിൻ്റെ പേര് പിശാചാകുന്നു. ശരി എന്ന് പറയുമ്പോൾ ശരി എന്നുള്ളത് അള്ളാഹു മാത്രമാണ്. ഇതാണ് വിശ്വസിക്കേണ്ടത്. തെറ്റിനെ വേണമെങ്കിൽ നമുക്ക് ഇരുട്ട് എന്ന് വിളിക്കാം, വെളിച്ചത്തെ വേണമെങ്കിൽ നമുക്ക് അള്ളാഹു എന്നും വിളിക്കാം. ആ ഇരുട്ടും വെളിച്ചവും തമ്മിൽ വളരെ ഡിഫറൻ്റ് ഉണ്ടല്ലോ, മനസ്സിലായില്ലേ? ചതി ആരോടും നിങ്ങൾ ചെയ്യരുത്. ചതി ഇരുട്ടിൽ നിൽക്കുന്ന നായയുടെ പോലെ, എന്നാൽ അതിനേക്കാൾ ഭയങ്കരമാണ്. കാരണം ഇരുട്ടിൽ നിൽക്കുന്ന നായക്ക് 2 കണ്ണുണ്ട്, അത് തിളങ്ങുമെങ്കിലും ചെയ്യും. പക്ഷേ ചതിക്കുന്ന ആൾ നമ്മളൊപ്പം ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും തന്നെ നമ്മൾ തിരിച്ചറിയില്ല. നമുക്കറിയാം, യേശുവിനെ വിറ്റുകൊടുത്ത യൂദാസ്, സദ്ദാം ഹുസൈനെ വിറ്റുകൊടുത്തവർ, ടിപ്പു സുൽത്താനെ വിറ്റുകൊടുത്തവർ, ഇങ്ങനെ പ്രധാന വ്യക്തികളെയൊക്കെ പിടിക്കാൻ എന്താണ് സംഭവം ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഒറ്റിക്കൊടുക്കുന്നവരെ, അതായത് ചതിയന്മാരെ കണ്ടുപിടിച്ചിട്ട് തോളോട് തോൾ ചേർന്ന് നടക്കുന്ന ചതിയന്മാർ, അത് കറുത്ത നായക്ക് തുല്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു തെറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് സംഭവിച്ചാൽ റബ്ബ് സുബ്ഹാനഹു വ തആല അത് പുറത്തു തരുവാൻ ഭയങ്കര പാടാണ്. കാരണം നമ്മൾ വിചാരിക്കും നമ്മൾ തെറ്റൊന്നും ചെയ്യുന്നില്ല എന്ന്. അത് തെറ്റൊന്നുമില്ല. ഈ തെറ്റൊന്നും റബ്ബ് സുബ്ഹാനഹു വ തആല കാണുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട്
റബ്ബ് കാണും എന്ന് പറയുമ്പോൾ കോടതി തന്നെ കാണില്ല, പിന്നെയാണ് റബ്ബ് എന്നൊക്കെ ചിന്തിക്കുന്ന രീതിയിലെല്ലാം മതത്തിൻ്റെ ഉള്ളിലൂടെ പ്രവേശിക്കേണ്ടത്. മതം എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൻ്റെ ഉള്ളാണ്. നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെയാണ് കോടതിയും ശിക്ഷയും ഒക്കെ. നമുക്ക് സിറാത്ത് മുസ്തഖീം എന്ന പാലത്തിലൂടെയാണ് നടന്നു പോകേണ്ടത്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിട്ടുള്ള ഒരു പാലാണത്. ആ പാലത്തിനപ്പുറത്ത് റസൂൽ നമ്മെ കാത്തിരിക്കുന്നു. അപ്പം നമ്മൾ ചെയ്യുന്ന ഇബാദത്ത്, അത് നോൽമ്പ്. അപ്പോൾ നോൽമ്പ് പിന്നെ മറ്റൊരാളുടെ നീബത്ത് ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താ ഒരു കാര്യം? അതാ നോമ്പിനെ കൂടി നിന്ദിക്കലാണ്. പട്ടിണി കിടക്കുക എന്ന് പറഞ്ഞാലും വെറുതെ പട്ടിണി കിടന്നിട്ട് കാര്യം. പട്ടിണി കിടക്കുക പറഞ്ഞാൽ തന്നെ നോൽമ്പ് നോക്കാറ് ചിലർ ധരിച്ചു വെച്ചിരിക്കുന്നത് രാത്രി അത്താഴം കഴിച്ച് സുഖമായിട്ട് സുഭിക്ഷമായിട്ട് സ്വന്തം വീട്ടിൽ കിടന്ന് ഉറങ്ങുക എന്നുള്ള നോൽമ്പല്ല റസൂൽ ചൂണ്ടിക്കാട്ടിയ നോമ്പ്. റസൂൽ നിങ്ങൾക്ക് വിശപ്പ് എന്താണെന്ന് മനസ്സിലാക്കാനാണ് നോൽമ്പിനെ പ്രദാനം ചെയ്യാൻ പറഞ്ഞത്. എന്തിനപ്പം നിങ്ങൾക്ക് വിശപ്പ് നിങ്ങൾ അറിയേണ്ട ആവശ്യം എന്നാണെങ്കിൽ വിശന്ന ആളുകൾ നമ്മുടെ മുറ്റത്ത് ഇതുവരെ വന്നിരുന്നു എന്നാണ് അതിനർത്ഥം. അപ്പോൾ നമ്മൾ 10 റുപ്യ കൊടുക്കേണ്ടടുത്ത് 5 റുപ്യ കൊടുത്തിട്ടുണ്ടായിരിക്കും. വെള്ളം ഈ ലോകത്തില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്ന് നമ്മൾ വെള്ളം കുടിക്കാതിരിക്കുമ്പോൾ മാത്രമേ. അതുപോലെ തന്നെയാണ് ഭക്ഷണം. അപ്പോൾ വെള്ളവും നമ്മൾ ഉപേക്ഷിക്കുന്നു, ഭക്ഷണവും ഉപേക്ഷിക്കുന്നു. എന്നിട്ട് അത് ഉപേക്ഷിച്ചുകൊണ്ട് മാത്രം നോൽമ്പായില്ല. ദാനം, ധർമ്മം അല്ലാഹുവിൻ്റെ റസൂൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതൊന്നും പോരാഞ്ഞ് നമസ്കാരം വേറെ വർദ്ധിപ്പിക്കാനും പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഖുർആൻ പാരായണം ചെയ്യുന്നതും വളരെ നല്ലതാണ്. ഇന്ന് പലരുടെ വീട്ടിലും ഖുർആൻ ഉണ്ട്, അർത്ഥം അറിയില്ല. ഖുർആൻ ഓതുണ്ട്, ഈ കാലം അത്രയും അതിൻ്റെ അർത്ഥം അറിയില്ല. പിന്നെന്താ ഓതിയിട്ട് കാര്യം? എൻ്റെ അഭിപ്രായത്തിൽ യാതൊരു കാര്യമില്ല. അപ്പോൾ അന്യമതക്കാർ, ചതിയന്മാരോ അല്ലെങ്കിൽ കളവ് ചെയ്യുന്നവരോ മദ്യപിക്കുന്നവരോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ ആളെ കബളിപ്പിക്കുന്നവരോ വഞ്ചന നടത്തുന്നവരോ ആരോ ആയിക്കോട്ടെ, അവരിൽ നിന്നൊക്കെയുള്ള കൂട്ടുകെട്ട് കംപ്ലീറ്റ് അവസാനിപ്പിക്കുക. ഈ അവസാനിപ്പിക്കൽ സ്റ്റാർട്ടിംഗ് ആണെങ്കിൽ തുടർന്നും അവരെ അവോയ്ഡ് ചെയ്യുക. എന്നിട്ട് നമ്മുടേതായ ഒരു രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകും. ആ മുന്നോട്ട് പോകുന്ന ആളായിരിക്കും മുസ്ലിം എന്ന് പറയുന്നത്. അല്ലാതെ മുസ്ലിം എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. 11 മാസം തെറ്റുകയും 12ാമത്തെ മാസം നോൽമ്പ് നോറ്റാൽ അതൊക്കെ വിടുകയും ചെയ്യുന്നൊന്നും റസൂൽ പറഞ്ഞിട്ടില്ല. അഥവാ നമ്മുടെ കയ്യിൽ എന്തെല്ലാം തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും, അതിന് മുമ്പും സംഭവിച്ചിട്ടുണ്ടായിരിക്കും, ഇനി സംഭവിക്കാനുള്ളത് നമുക്കറിയില്ല. കാരണം എന്താ വെച്ചാൽ അത് പിശാചിനും അള്ളാഹ്ക്കും മാത്രമേ അറിയുള്ളൂ. ഒരാളുടെ ജീവിതത്തിൽ തെറ്റ് അടുത്ത നിമിഷം സംഭവിക്കുന്നതും അതേ നിമിഷം തന്നെ മരണം സംഭവിക്കുന്നത് രണ്ടും അവരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ആരുടെ കയ്യിൽ? മരണം അസ്രായേലിൻ്റെ കയ്യിലും തെറ്റ് ഇബ്ലീസിൻ്റെ കയ്യിലും ശരി അള്ളാഹുവിൻ്റെ കയ്യിലുമാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ 2 മലക്കുകളും നമ്മൾ 2 സൈഡിൽ ഇരുന്നിട്ട് തെറ്റും ശരിയും എഴുതുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റക്കീബ്, അതീദ്. ഖബറിൽ നമ്മൾ ചെല്ലുമ്പോൾ ആരാണ്? മുങ്കർ നക്കീർ. നമ്മളെ മരണത്തെ സംഭവിപ്പിക്കുന്ന ആരാണ്? അസ്രായിൽ. വഹി എത്തിക്കുന്നത് ആരാണ്? വഹി നമുക്കൊന്നും എത്തിക്കുന്നില്ല. അത് കാരണം തന്നെ നമുക്ക് ആ മലക്കിനെ അധികം ഓർമ്മയില്ല. ജിബ്രീൽ അലൈഹിസ്സലാമാണ് വഹി എത്തിക്കുന്ന ആൾ. അത് റസൂലിന് മാത്രമായിരുന്നു. പിന്നെ ആർക്കും വഹി എത്തിക്കാനായിട്ട് ജിബ്രീലിനെ അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ല. അതായത് പ്രവാചകന്മാർക്ക് മാത്രമായിരുന്നു ആ മലക്ക് രംഗത്തുണ്ടായിരുന്നത്. ഈ ജിബ്രീലിനെ ആണ്
ഗബ്രിയേൽ എന്ന് പറയുന്നത് ഈ ക്രിസ്ത്യാനികളോ, അത് ഞാൻ പിന്നെ നബിചരിതങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ എത്തുമ്പോൾ ആരാണ് ഈ ഗബ്രിയേൽ എന്നുള്ളത്. അത് ഏത് ഭാഷയിൽ നിന്നാണ് വന്നത്? അത് ഹീബ്രു ഭാഷയിൽ നിന്നാണ് വന്നത്. ഇഞ്ചിയിലൊക്കെ ഗബ്രിയേൽ നിന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അത് അറബിയിലേക്ക് വന്നപ്പോൾ ജിബ്രീൽ എന്നായതാണ്. ഒരു മീക്കായിൽ അലൈഹിസ്സലാമാണ് കാറ്റിന്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് നോക്കാൻ 2 മലക്ക് വീതം നമുക്കുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നിട്ട് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് നല്ല നല്ല പേരൊക്കെ ഉണ്ടാവും, ഉസ്മാൻ, ഉമർ, പിന്നെ മറ്റുള്ള നല്ല വലിയ വലിയ ആളുകളുടെ പേരൊക്കെ ഉണ്ടാവും. ഈ പേരിനെ മാനിച്ചെങ്കിലും നിങ്ങൾ തെറ്റിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന് ഞാൻ ഈ വൈകിയ വേളയിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അവരുടെ പേരിനെ നമ്മൾ നാശമാക്കുമ്പോഴും നമുക്ക് സർവനാശം വന്ന് ചേരാനാണ് സാധ്യത. അപ്പോൾ നമ്മൾ ചതിയിൽ നിന്ന് വിട്ടുമാറുക. അത് ഒരു കറുത്ത നായക്ക് തുല്യമാണ്. ആ നായ ഇരുട്ടിൽ നിൽക്കുന്നത് കാണാത്ത പോലെ നമ്മൾ ഒരു മനുഷ്യനെ എന്താണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് അയാൾക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് അയാൾ നമ്മെ വിശ്വസിച്ചിരിക്കുകയാണ്. ആ വിശ്വസിച്ച ആളിനെ ചതിക്കാൻ പാടില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല. തന്നെയല്ല, അത് മനുഷ്യനുണ്ടാക്കിയ നിയമത്തിനും എതിരാണ്. അതായത് ചതിക്കാൻ പാടില്ല, വഞ്ചന ചെയ്യാൻ പാടില്ല, പറ്റിക്കാൻ പാടില്ല, പാവങ്ങളെ മുതലെടുക്കാൻ പാടില്ല, പ്രത്യേകിച്ച് എത്തീമക്കളുടെ മുതലെടുക്കാൻ പാടില്ല. ഇവിടെ എത്തീമക്കളെന്ന് വിശ്വസിപ്പിക്കുമ്പോൾ ഉമ്മയും ബാപ്പയും പോയ ആളുകളെ ആണ് പൂർണ്ണമായ എത്തീം. ബാപ്പ പോയാൽ എത്തീം, ഉമ്മ പോയാൽ എത്തീം എന്ന് പറയാറില്ല. അപ്പോൾ എത്തീമക്കളുടെ മുതൽ നമ്മൾ ആരെങ്കിലും കഷ്ടകാലത്തിന് എടുത്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ അത് എൻ്റെ എല്ലാ പ്രേക്ഷകരും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഒരു നല്ല മനുഷ്യരായിട്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. എല്ലാവർക്കും എൻ്റെ അസ്സലാമു അലൈക്കും.